ഭക്ത കൂട്ടായ്മയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകളെ തിരുത്തുക എന്നതാണ്. പക്ഷെ നമ്മളെ ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ന്യായീകരിക്കുകയും ആരാണോ തെറ്റ് പറയുന്നത് അവർക്കെതിരെ നമ്മൾ കുറ്റം പറയുമ്പോഴോ അവിടെയാണ് പ്രശ്നം വരുന്നത്. അന്നേരം നമ്മുടെ ഗുരുഭൂതന്മാര് നമ്മളെ എന്താ പറയാ, നമ്മുടെ തെറ്റുകളെ തിരുത്തുമ്പോൾ നമ്മളത് തിരുത്തി, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ഭക്ത കൂട്ടായ്മയാണെങ്കിൽ പോലും അതൊക്കെ നമുക്ക് ബെനിഫിറ്റ് ആണ്. സത്സംഗത്തിന്റെ ബെനിഫിറ്റ് അതാണ്. അനർത്ഥ നിവൃത്തി എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത നിരർത്ഥകമായിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങൾ അത് മാറ്റം കൊണ്ടുവരണം. അതെപ്പോഴും ഭക്ത കൂട്ടായ്മയിൽ മാത്രമേ നടക്കൂ. അല്ലാതെ നമ്മൾ നമ്മുടെ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വിചാരിക്കും ഈ ലോകത്തെ ഏറ്റവും നല്ല ഭക്തൻ എന്ന് പറഞ്ഞാൽ നമ്മളാണ്. ഒരേ ഒരു ഭക്തനേ ഉള്ളൂ ഈ ലോകത്ത്. പൂന്താനം, ഗുരുരമ്മ ഇതൊക്കെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രഭുപാജിയും ഗുരുമഹാരാജൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു ഭക്തനുള്ള ആരാണ്? ഞാനാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. അന്നേരം ഭക്ത കൂട്ടായ്മ നിൽക്കുമ്പോൾ എന്തായിരിക്കും? നമ്മളെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ഭക്തരെ കാണും, നമ്മളെക്കാട്ടിയും കൂടുതൽ സേവനം ചെയ്യുന്ന ഭക്തരെ കാണും. അന്നേരം അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത്, നമ്മളെക്കാട്ടിയും അറിവ് കുറഞ്ഞ വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവരോട് കാരുണ്യം കാണിക്കുക. എങ്ങനെ കാരുണ്യം കാണിക്കട്ടെ? എന്തുകൂടെ ഇങ്ങനെയാണ് ഭക്തർ ചെയ്യുന്നത്? സമാധാനമായിട്ട് പറയും, ഹരേ കൃഷ്ണ, പ്രഭുജി ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു അതായിരിക്കും നല്ലത് കേട്ടോ. മാതാജി ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അകത്തോട്ട് നമ്മൾ ഒരിക്കലും നോക്കാറില്ല. അകത്താണ് ഏറ്റവും കൂടുതൽ കച്ചവടം കിടക്കുന്നത്. ഇവിടെ തിരുത്തുമ്പോൾ പുറത്തു പോകുമ്പോൾ എല്ലായിടത്തും ഒരു പ്രശ്നമില്ലെന്ന് തോന്നും. ഇവിടെ കറക്റ്റ് ചെയ്യാത്തപ്പോ നമ്മുടെ കണ്ണ് എപ്പോഴും നോക്കുന്നത് പുറം ലോകത്തായിരിക്കും. പുറം ലോകത്തെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. കുറ്റം പറയാനുള്ള അധികാരം ഗുരുവിനും അച്ഛനമ്മമാർക്കും മാത്രമേ. എന്തുകൊണ്ട്? അവർ പറയുന്നതിന് ഒരു ലക്ഷ്യം കാണും, അവരെ തിരുത്തുക എന്നുള്ളത്.